ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം തന്നെ എല്ലാവരും പോയിട്ട് ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെക്ക്. ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പേജ് നമ്പർ 34 എടുത്തു വെക്കുക. എന്നിട്ട് ബാക്കി പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. വീഡിയോ ഇപ്പം തന്നെ പോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എടുത്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ഇംഗ്ലീഷിലെ ടെക്സ്റ്റ് ബുക്കിലെ 34-ാമത്തെ പേജിൽ നിങ്ങൾ ഒരുപാട് ബോക്സുകളും ഒരുപാട് സെൻറ്റൻസുകളും ഒരുപാട് ചോദ്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. അതിനെ പറ്റിയിട്ടും അത് എന്താണ് നിങ്ങളോട് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്, അതായത് പല തരത്തിലുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അതിനു മുമ്പ് എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്തേക്കാം. കാരണം നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും, അവർക്കൊക്കെ ഷെയർ ചെയ്യുമ്പോൾ 2 ബോണസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരും നല്ലോണം പഠിക്കും. മറ്റൊന്നെന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം കുറച്ച് റീച്ച് കിട്ടുകയും ചെയ്യും. അത് രണ്ടും വേണമല്ലോ അല്ലേ? അപ്പം റീച്ചിൻ്റെ കാര്യം അവിടെ പോട്ടെ, നിങ്ങൾ പരമാവധി ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടി കിട്ടട്ടെ. അതാണ് മെയിൻ. മറ്റേ കാര്യം നമുക്ക് വേറെയും ചാനലുകളിലും നമുക്ക് ആക്കാമല്ലോ അല്ലേ? അപ്പം അതൊക്കെ അവിടെ വിടുക, അതൊന്നല്ല നമ്മുടെ വിഷയം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്, അതായത് പല തരത്തിലുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ടേക്ക് കിടക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ടെക്സ്റ്റ് ബുക്കിലെ ഓരോ പാഠങ്ങളും, ഇംഗ്ലീഷിൻ്റെ കാര്യം അറിയാലോ, ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കാണെങ്കിൽ, ഇംഗ്ലീഷാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്തു വയ്ക്കുക. ഓരോ പാഠവും ഒരുപാട് തവണ വായിച്ചു നോക്കണം. കാരണം ചാപ്റ്റേഴ്സ് വായിച്ച് തന്നെ പഠിക്കണം. ഇംഗ്ലീഷിൻ്റെ കാര്യമായാലും ഹിന്ദിയുടെ കാര്യമായാലും മലയാളത്തിൻ്റെ കാര്യമായാലും ലാംഗ്വേജസ് പ്രത്യേകിച്ച് നിങ്ങൾ നല്ലവണ്ണം ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കണം. ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ പല തരത്തിലുള്ള സെൻറ്റൻസുകൾ കാണും അല്ലേ? നിങ്ങൾ തന്നെ നോക്കുക, ഒരുപാട് സെൻറ്റൻസുകൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയിട്ടുണ്ടാവും, ചിലത് ക്വസ്റ്റ്യൻ മാർക്ക്, ചിലത് എക്സ്ക്ലമേറ്ററി മാർക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് പല സംശയങ്ങളും തോന്നില്ലേ? ഇതെന്താപ്പാ എല്ലാ സെൻറ്റൻസും ഒരുപോലെ അങ്ങ് കൊടുത്താൽ പോരെ? അവിടെയാണ് വ്യത്യാസം. നിങ്ങൾക്ക് 4 തരത്തിലുള്ള സെൻറ്റൻസുകളാണ് പഠിക്കാനുള്ളത്. 4 തരത്തിലുള്ള സെൻറ്റൻസുകൾ. ഒന്നുമില്ല, സിമ്പിളാണ്, വളരെ പെട്ടെന്ന് നമുക്കിത് തീർക്കാം. സിമ്പിൾ കാര്യമാണ്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിന് നിങ്ങൾ വലിയ പഠിക്കുന്ന കുട്ടിയാവണമെന്നില്ല, പഠിക്കാത്ത കുട്ടിയാവണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇത് പഠിക്കാം, അത്രയേ ഉള്ളൂ. പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കുമെങ്കിൽ ചെയ്യാം മിനിമം. ഓക്കെ, ആദ്യത്തെ സെൻറ്റൻസ് എസേർട്ടീവ് സെൻറ്റൻസസ്. എന്താ ഈ എസേർട്ടീവ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസസ് ആർ കോൾഡ് എസേർട്ടീവ് സെൻറ്റൻസസ്. അതായത് സ്റ്റേറ്റ്മെൻറ്റുകൾ, ഒരു കാര്യം അങ്ങ് പറയുക, അവസാനം ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സാധാ സ്റ്റേറ്റ്മെൻറ്റുകൾ, അവയെ നമുക്ക് എന്ത് പറയാം? എസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയാം. അതായത് സാധാ സെൻറ്റൻസുകളെ നമുക്ക് എന്ത് പറയാം? എസേർട്ടീവ് സെൻറ്റൻസസ് എന്ന് പറയാം. എക്സാമ്പിൾ നോക്കാം. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. അതായത് ആ മരം വീടിനേക്കാളിലും പഴയതാണ്. ഒരു സെൻറ്റൻസ് അല്ലേ, സാധാരണ നമ്മൾ പറയുന്ന കാര്യം. ഐ ഹാവ് എ കാർ. എനിക്കൊരു കാറുണ്ട്. എൻ്റെ പുസ്തകമാണ് ഇത്. എനിക്ക് പുസ്തകമുണ്ട്. എനിക്ക് പെന്നുണ്ട്. ഞാൻ അവിടെ പോയി. ഞാനിവിടെ വന്ന്. എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതിനെയൊക്കെ നമ്മൾ എസേർട്ടീവ് സെൻറ്റൻസസ് എന്ന് പറയും. നോർമൽ സെൻറ്റൻസുകൾ. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കാം. ഇംപറേറ്റീവ് സെൻറ്റൻസസ്, അതായത് സെൻറ്റൻസസ് ദാറ്റ് എക്സ്പ്രസ് കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ് ആർ കോൾഡ് ഇംപറേറ്റീവ് സെൻറ്റൻസസ്. എന്താണ്? അതായത് നിങ്ങളോട് ഞാൻ പറയാണ്, എടാ പുറത്തു പോ നീ എന്ന് പറയാണ്. അതെന്താണ്? നിങ്ങളോട് ഞാൻ ഉത്തരവിട്ടു, നീ ഒന്ന് പുറത്തു പോകുമോ? ഇതെന്താണ്? ഞാൻ നിങ്ങളോട് കെഞ്ചി പറഞ്ഞു. ഇതൊക്കെ ഇംപറേറ്റീവ് സെൻറ്റൻസുകളാണ്. മനസ്സിലായോ? അതായത് ഞാൻ നിങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ്, നീ അത് ചെയ്യണം, നീ അത് ചെയ്തേ പറ്റൂ എന്ന് ഞാൻ പറയുകയാണ്. അതെന്താണ്? ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. അതായത് എക്സാമ്പിൾ നോക്കാം. ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ്. നീ ക്ലാസ്സിന് പുറത്ത് പോകൂ. കണ്ടോ, അവിടെ നിങ്ങളോട് ഉത്തരവിട്ടു, നീ പുറത്ത് പോകൂ അല്ലേ, നീ പുറത്ത് പോ എന്ന് പറയാണ്. അവിടെ കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്, ഈ കാര്യങ്ങൾ 3 ഈ വാക്കുകൾ ഓർക്കുക. ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്. അതായത് നിങ്ങളോട് കെഞ്ചി പറയാം, നിങ്ങളോട് ഉത്തരവിടുക, നിങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കുക. ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെയാണ് ഇംപറേറ്റീവ് സെൻറ്റൻസസ്. പ്ലീസ് ആൻസർ മീ. നീ എനിക്കൊന്ന് ഉത്തരം തരൂ. പ്ലീസ്, ദയവ് ചെയ്ത് നീ ഒന്ന് എനിക്ക് ഉത്തരം നൽകൂ. ഇതെന്താണ്? നിങ്ങളോട് ഞാൻ കെഞ്ചി പറയുന്ന പോലെയല്ലേ? അതെന്താണ്? റിക്വസ്റ്റ് ചെയ്യല്ലേ? അത് ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. പകരം നിങ്ങളോട് നീ ഉത്തരം പറയണം എന്ന് പറയുകയാണെങ്കിൽ എന്താണത്? കമാൻഡ്. നിങ്ങളെ മേലെ ഞാൻ അടിച്ചേൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഓർഡർ, നിങ്ങൾക്ക് ഞാൻ ഓർഡർ തരികയാണ്.
നിങ്ങളത് ചെയ്യണം. നിങ്ങൾ ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങളോട് ഒഴിവുകേടുകൾ പറയാനല്ല ഞാൻ പറയുന്നത്. നീ അത് ചെയ്യും, നീ അത് ചെയ്യണം. ഇങ്ങനെയുള്ള സെൻറ്റൻസുകളെ നമ്മൾ എന്ത് പറയും? ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയും. ഓക്കെ, മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കാം. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ്. സെൻറ്റൻസസ് ദാറ്റ് ആസ്ക് ക്വസ്റ്റ്യൻസ് ആർ കോൾഡ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ്. എന്താണ്? ചോദ്യങ്ങൾ ചോദിക്കുകയാണോ? ചോദ്യങ്ങൾ ചോദിക്കുന്ന സെൻറ്റൻസുകളെ നമ്മൾ എന്ത് പറയും? ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. നോക്കാം. അതായത് ഞാൻ നിങ്ങളോട് പറയാണ്, എന്താണ് നിൻ്റെ പേര്? നീ ചാനൽ ഇടയ്ക്കിടെ കാണാറുണ്ടോ? നീ പഠിക്കാറുണ്ടോ? ഇതൊക്കെ എന്താണ്? ചോദ്യങ്ങളല്ലേ. ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുകയല്ലേ, അല്ലേ? ഇപ്പം നിങ്ങളുടെ മുന്നിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ചോദ്യമാണ്. ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്ന സെൻറ്റൻസുകളെയെല്ലാം നമ്മൾ എന്ത് പറയും? ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയും. ഇൻറ്ററോഗേറ്റീവും ഇമ്പറേറ്റീവ് സെൻറ്റൻസസും നിങ്ങൾ മാറ്റരുത്. ഇമ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്. ഇൻറ്ററോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ്. ഇത് ഓർത്ത് വെക്കണം. അപ്പുറം ഇപ്പുറം നിങ്ങൾ മാറ്റരുത്. കാരണം ഞാൻ മാറ്റുന്നതാണ്, നിങ്ങൾ മാറ്റരുത്. അതേ അവസരത്തിൽ തന്നെ നിങ്ങൾ എസേർട്ടീവ് സെൻറ്റൻസും ഇമ്പറേറ്റീവ് സെൻറ്റൻസും അപ്പുറം ഇപ്പുറം നിങ്ങൾ തെറ്റിക്കരുത്. അതായത് അവസാനം ഇതിൻ്റെയും ഫുൾ സ്റ്റോപ്പാണ്, എസേർട്ടീവ് സെൻറ്റൻസിൻ്റെയും ഫുൾ സ്റ്റോപ്പാണ്. അതുകൊണ്ട് അത് പരസ്പരം മാറ്റരുത്. നിങ്ങൾ ഓർക്കണം, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഉത്തരവിടുകയോ കെഞ്ചി പറയുകയോ നിങ്ങളോട് ഓർഡർ നൽകുകയോ ഒക്കെയാണ്. കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന പരിപാടി നമ്മൾ വരുത്തരുത്, ആ തെറ്റ് വരുത്തരുത് എന്ന് കൃത്യമായിട്ട് ഓർക്കുക. എന്ത് തന്നെയായാലും ഇമ്പറേറ്റീവ് സെൻറ്റൻസ് മറക്കാൻ വേണ്ടി പാടില്ല. കാരണം അത് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രോഗേറ്റീവും എസേർട്ടീവ് സെൻറ്റൻസും കൃത്യമായിട്ട് ഓർമ്മ വരും. അല്ലെങ്കിൽ ഇൻട്രോഗേറ്റീവ് എന്താണ്? അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. അതോർത്താൽ മതി, അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. എക്സാമ്പിൾ നോക്കാം. വാട്ട് ഈസ് ദാറ്റ്? വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ഈസ് ദാറ്റ്? അതെന്താണ്? വാട്ട് ആർ യു ഡൂയിങ്? നീ എന്താ ചെയ്യുന്നേ? അല്ലേ? ഇനി ഈ വാട്ട് മാത്രം വരുന്ന, വാട്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സെൻറ്റൻസുകൾ മാത്രമാണോ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്? അല്ല. വിൽ ദ മംഗൂസ് കിൽ ദ സ്നേക്ക്, അതായത് വിൽ ദ മംഗൂസ് കിൽ ദ സ്നേക്ക്, അതായത് ആ മംഗൂസ് ആ പാമ്പിനെ കൊല്ലുവോ? ചോദ്യമല്ലേ അത്. എടാ, ആ മംഗൂസ് ആ പാമ്പിനെ കൊല്ലുവോ? ചോദ്യമല്ലേ. ഇതും എന്താണ്? ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. അതായത് ആ ചോദ്യത്തിൻ്റെ ആശയം ഒരു ചോദ്യം, ആ സെൻറ്റൻസിൻ്റെ ആശയം ഒരു ചോദ്യമാണെങ്കിൽ, എങ്ങനെ? ഒരു സെൻറ്റൻസ് തന്നു, ആ സെൻറ്റൻസ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ അതൊരു ചോദ്യമായിട്ടാണ് തോന്നുന്നതെങ്കിൽ അത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണെന്ന് മനസ്സിലാക്കുക. ലാസ്റ്റ് സെൻറ്റൻസ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. ഇതെന്ന് പറഞ്ഞാൽ സെൻറ്റൻസസ് ദാറ്റ് എക്സ്പ്രസ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ആർ കോൾഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. സിമ്പിളാണ്. അതായത് വികാരങ്ങളുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എന്ന് പറയുന്നത്. അതായത് ഇമോഷൻസ് ഉണ്ടാവും, വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, ഫീലിങ്സ് ഒക്കെ ഇങ്ങനെ തിക്കി നിറച്ചിട്ടുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എന്ന് പറയുന്നത്. അവിടെ അങ്ങനെയുള്ള സെൻറ്റൻസുകൾക്ക് അവസാനം എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടാവും. ഈ കാണുന്ന ഒരു വരയും അടിയിലൊരു കുത്തും, അതാണ് എക്സ്ക്ലമേറ്ററി മാർക്ക്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഓ മൈ ഗോഡ്, വാട്ട് എ ടെറിബിൾ എക്സ്പീരിയൻസ്. ഉയ്യൻ്റെപ്പാ, ഇതെന്തെന്നാ ഞാൻ കാണുന്നത്? ഇതെല്ലാം എന്താണ്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. സാധാ പോലെ എടാ അതെന്താ ഞാൻ കാണുന്നതെന്ന് പറയുന്നതിന് പകരം കുറച്ച് ഇങ്ങനെ ഇമോഷൻസ് കൊടുത്ത് ഉയ്യ്, അയ്യോ, അതെന്താ എന്നെല്ലാം പറയുന്നത്. അങ്ങനെയുള്ള സെൻറ്റൻസുകളെയാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എന്ന് പറയുന്നത്. വാട്ട് എ വണ്ടർഫുൾ സൈറ്റ്. ഓ, എന്താ ഭംഗി കാണാൻ വേണ്ടിയിട്ട്. എടാ, ഓ എൻ്റെ അമ്പോ, പൊളി പൊളി, അങ്ങനെയൊക്കെ പറയില്ലേ? നിങ്ങൾ വെറുതെ ഇങ്ങനെ വികാരങ്ങൾ ഇങ്ങനെ കയറ്റുകയാണ്. അതിനെയാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അവസാനം എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടാവും. ഓർത്ത് വെച്ചേക്കുക. ഇതാണ് 4 സെൻറ്റൻസുകൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്ന് കരുതി ഇനി വീഡിയോ അവസാനിപ്പിച്ചിട്ട് പോകരുത്. നിങ്ങളുടെ 34-ാമത്തെ പേജ്, ടെക്സ്റ്റ് ബുക്കിൽ 34-ാമത്തെ പേജിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊന്ന് എഴുതിയേക്കാം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ആക്ടിവിറ്റി 1 ഉണ്ട്. ആക്ടിവിറ്റി 1-ലെ തന്നെ നിങ്ങൾ 34-ാമത്തെ പേജ് എടുക്കുകയാണെങ്കിൽ നൗ റൈറ്റ് 2 എക്സാമ്പിൾസ് ഈച്ച് ഫോർ ദ സെൻറ്റൻസ് ടൈപ്സ് യു ഹാവ് ഐഡൻറ്റിഫൈഡ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് മുന്നിൽ വെക്കുക, 34-ാമത്തെ പേജ് എടുക്കുക. അവിടെ ഏറ്റവും താഴെയായിട്ട് നൗ, ഇനിയിപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് മാറിയിട്ടുണ്ടോ എന്നറിയില്ല, നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. അതായത് ആക്ടിവിറ്റി 1-ൽ നമ്മുടെ ചാപ്റ്റർ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ആക്ടിവിറ്റി 1 എടുക്കുക. ലാംഗ്വേജ് ആക്ടിവിറ്റീസിൽ ആക്ടിവിറ്റി 1 എടുക്കുക. അതിൽ ഇങ്ങനെയൊരു ചോദ്യം ഉണ്ടോ നോക്കുക. നൗ റൈറ്റ് 2 എക്സാമ്പിൾസ് ഫോർ ദ സെൻറ്റൻസ് ടൈപ്സ് യു ഹാവ് ഐഡൻറ്റിഫൈഡ്.
അതായത് നിങ്ങൾക്ക് 4 സെൻറ്റൻസുകൾ അറിയാമല്ലോ. ഇപ്പം ഏതൊക്കെയാണ്? ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസസ്, എസേർട്ടീവ് സെൻറ്റൻസസ്. ഇൻട്രോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി, ഇമ്പറേറ്റീവ്, എസേർട്ടീവ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോരുത്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി വീഡിയോ കാണുക, സംശയങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക, എന്നിട്ട് ഈ ആക്ടിവിറ്റീസൊക്കെ എഴുതുക. ഓക്കെ. ഇനി അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഈ 4 സെൻറ്റൻസുകൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിലെല്ലാത്തിനും ഞാൻ 2 എക്സാമ്പിൾസ് വീതം തന്നിട്ടുണ്ട്. ഇനി നിങ്ങളൊരു 2 എക്സാമ്പിൾസ് കൂടി കണ്ടുവെക്കുക, എന്നിട്ട് അത് കമൻറ്റിൽ അറിയിക്കുക. ഇത്രയും ചെയ്താൽ മതി. അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ആയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പിന്നീട് ആകും. എന്തായാലും ഇത് ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ്. പിന്നെ വെറുതെ നമ്മൾ വീഡിയോ ചെയ്യില്ലല്ലോ. ഓക്കെ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. കിടിലമായിട്ട് പഠിക്കുകയും. ഓക്കെ, ബൈ.